നമസ്തേ. സ്വരസന്ധിയുടെ ദീർഘസന്ധിയുടെ വേറൊരു ഗ്രൂപ്പിലേക്ക് നമുക്ക് കടക്കാം. എല്ലാം ഒരേ ഗ്രൂപ്പാണ്. ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുമല്ലോ. ടാഗോർ ഗ്രൂപ്പ്, രാമൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ്. അപ്പോൾ എല്ലാ ഗ്രൂപ്പും ഒരേ സ്കൂളിലുള്ള കുട്ടികൾ തന്നെയാണല്ലോ. അതേപോലെ തന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് 4ാമത്തെ ഗ്രൂപ്പാണ്. ഇതെല്ലാം സ്വരസന്ധിയുടെ ദീർഘസന്ധിയുടെ ഒരു ഗ്രൂപ്പുകളാണ്. 4 ഗ്രൂപ്പുകളുണ്ട്. അപ്പം അതിൽ 4ാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഋ എന്ന സ്വരം, ആ സ്വരം ചേരുമ്പോൾ അതിൻ്റെ തന്നെ ദീർഘമായിട്ടുള്ള സ്വരം ഉണ്ടാവുന്നു. അപ്പം അതിൽ തന്നെ 4 ഗ്രൂപ്പുകളുണ്ട്. ഋ പ്ലസ് ഋ. ഇവിടെ ഋ എഴുതിയത് ശ്രദ്ധിക്കണം. ഇത് സംസ്കൃതത്തിൽ മാത്രമുള്ള ഒരു വിശേഷതയാണ്. ഋ ദീർഘമായിട്ടുള്ള ഋ മലയാളത്തിൽ ഇല്ലല്ലോ. ഋ ഇപ്പോൾ ഋ എഴുതുമ്പോൾ ഋൻ്റെ ഒരു ചുഴിയാണുള്ളത്. ഇവിടെ 2 ചുഴിയുണ്ട്. ഈ ഇപ്പോഴത്തുള്ള പുതിയ ഫാഷൻ കമ്മൽ, മൂക്കുത്തിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇങ്ങനെ വള ഉണ്ടാവുമല്ലോ അല്ലേ. 2 ഇത് 3 ഇത് ഇവിടെ 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 എല്ലാം ഇട്ടിട്ടുണ്ടാവുമല്ലോ. മൂക്കുത്തി അതുപോലെ തന്നെ 1 ചുഴി 2 ചുഴി 3 ചുഴിയൊക്കെ. അപ്പം അതേപോലെ 1 ചുഴി ഉണ്ടെങ്കിൽ അത് ഹ്രസ്വമാണ്, 2 ചുഴി ഉണ്ടെങ്കിൽ അത് ദീർഘമായിട്ടുള്ള ഋ എന്നാണ്. ഇനി ഋ പ്ലസ് ഋ, അതും ഋ ദീർഘം തന്നെയാണ്. ഋ പ്ലസ് ഋ, അതും ദീർഘം തന്നെയാണ്. ഋ പ്ലസ് ഋ, അതും ദീർഘം തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഫൈനൽ ഇത് ഋ തന്നെയാണ്. പിന്നെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഇതിൽ ഋ വെച്ച് അവസാനിക്കുന്ന പദങ്ങൾ കുറവായതുകൊണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. പിതൃ പ്ലസ് ഋണം. പിതൃക്കൾ അല്ലെങ്കിൽ പിതാവ്. ഋണം എന്ന് പറയുമ്പോൾ കടം. പിതൃ പ്ലസ് ഋണം. പിതൃ ശബ്ദത്തിന്റെ അവസാനത്തെ അക്ഷരം ഋ ആണ്. ഋണം എന്ന പദത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരം ഋ എന്നാണ്. അപ്പൊ ഈ ഋയും ഈ ഋവും ചേർന്നിട്ട് ദീർഘ ഋ ആവും. ഈ ദീർഘ ഋ എഴുതുന്നത് ഇതിന്റെ അടിയിൽ 2 ചുഴി. ഋ എന്നതിന് 1 ചുഴിയാണെങ്കിൽ ഋ എന്നുള്ളത് 2 ചുഴി വരും. ഈ തിരിച്ചിട്ട 3 എങ്ങനെ എഴുതും? അതേപോലെ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. പിതൃണം. പിതൃക്കൾ അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്തുള്ള കടത്തിനെയാണ് നമ്മൾ പിതൃണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. മാതൃ പ്ലസ് ഋദ്ധിഹി. അതും ഋ പ്ലസ് ഋ എന്ന ഇതിന് ഉദാഹരണം തന്നെയാണ്. മാതൃ ശബ്ദം മാതാവിനെ സംബന്ധമായിട്ടുള്ളത്. അതിൽ മാതാവ് ഋ, ഇതിൻ്റെ അവസാനത്തെ അക്ഷരം ഋ ആണ്. ഋദ്ധിഹി. ഋദ്ധി സമൃദ്ധി എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഋദ്ധി, പ്രോസ്പെരിറ്റി. ഋദ്ധി എന്ന പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഋ എന്നാണ്. അപ്പം ഋ പ്ലസ് ഋ, മാതൃദ്ധിഹി. മാതാവിൻ്റെ സമൃദ്ധി, പ്രോസ്പെരിറ്റി, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം അർത്ഥം. അടുത്ത ഉദാഹരണം പിതൃ ഋണം നമ്മൾ കണ്ടുവല്ലോ. അതേപോലെ തന്നെ മാതൃ ഋണം. മാതൃ പദത്തിന്റെ അവസാനത്തെ അക്ഷരം ഋ, ഋണം എന്ന പദത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരം ഋ, രണ്ടും കൂടി ചേരുമ്പോൾ മാതൃണം എന്ന് വരും. ഒരു ഉദാഹരണം കൂടി നോക്കാം. മാതൃ പ്ലസ് ഋത്വിജഃ. ഋത്വിജഃ എന്ന് പറയുമ്പോൾ പുരോഹിതനാണ്. ഈ പൂജാരി, പൂജകൻ, അവരൊക്കെ നമ്മൾ ഋത്വിജൻ എന്ന് പറയും. പ്രത്യേകമായിട്ട് ഇങ്ങനെ യജ്ഞയാഗാദി കർമ്മങ്ങൾ ചെയ്യുമല്ലോ, ഹോമമൊക്കെ. ആ ഹോമത്തിൻ്റെ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ഋത്വിജഃ എന്ന് പറയുന്നത്. അപ്പോൾ മാതാവിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ പൂജയോ കർമ്മങ്ങളോ വല്ലതും ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ള പൂജകൻ, അർച്ചകൻ, ഹോമം ചെയ്യുന്നവർ, അവരെ നമ്മൾ ഋത്വിജഃ. അപ്പോൾ മാതൃ അവസാനത്തെ അക്ഷരം ഋ, ഋത്വിജഃ തുടക്കത്തിലുള്ള അക്ഷരം ഋ, രണ്ടും കൂടി ചേരുമ്പോൾ മാതൃത്വിജഃ. അപ്പം ഇതും വളരെ സിമ്പിളാണ്. ദീർഘസന്ധിയുടെ 4ാമത്തെ ഗ്രൂപ്പാണ്. അപ്പം ഇതോടുകൂടി ദീർഘസന്ധി കഴിഞ്ഞു. അപ്പം അടുത്തല്ല നമ്മൾ വേറെ ഗ്രൂപ്പ് സന്ധിയിലേക്ക് കടക്കാം. അതും ഇതുപോലെ തന്നെ വളരെ സിമ്പിളാണ്.